ചായ വേണോ? ഇതൊരു പൊളൈറ്റ് റിക്വസ്റ്റ് ആണല്ലേ. വുഡ് ഇവിടെ എങ്ങനെ യൂസ് ചെയ്യുന്ന നോക്കാം. നിനക്ക് ചായ വേണോ? നമ്മൾ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നിനക്ക് ചായ വേണോ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കില്ലേ പൊളൈറ്റ് ആയിട്ട്. ഇവിടെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. നിനക്ക് ചായ വേണോ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വുഡ് വെച്ചിട്ടാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. വുഡ്, നിനക്ക്. വുഡ് യു, ചായ വേണോ? വുഡ് യു ലൈക്ക് സം ടീ എന്ന് ചോദിക്കാം. വുഡ് യു ലൈക്ക് സം ടീ എന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ചായ വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വുഡ് യു ലൈക്ക് സം ടീ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇനി എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ഒരു ആഗ്രഹമാണല്ലേ പറയുന്നത്, ഒരു വിഷ്. അങ്ങനെ വരുമ്പോഴും നമുക്ക് വുഡ് യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. I would like to. would like to, ആഗ്രഹമുണ്ട്. I would like to എന്തിന്? ഇംഗ്ലീഷ് പഠിക്കാൻ. പഠിക്കുക, learn. I would like to learn English. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. I would like to learn English. ഇനി വരുന്നത് അവൾക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ അവൾ വരുമായിരുന്നു. ഇതൊരു ഇമാജിനറി സിറ്റുവേഷൻ അല്ലേ. അതായത് അവൾ വന്നിട്ടില്ല, അവൾക്ക് സമയവും കിട്ടിയിട്ടില്ല, രണ്ടും നടന്നിട്ടില്ല. സോ ദിസ് ഈസ് an ഇമാജിനറി സിറ്റുവേഷൻ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നമുക്ക് വുഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് നോക്കാം. അവൾക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ ഇത് രണ്ട് പാർട്ടായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് സമയമുണ്ടായിരുന്നെങ്കിൽ, എങ്കിൽ എന്ന് പറയുന്നുണ്ടല്ലേ, ഇതിന് നമ്മൾ if ആണ് യൂസ് ചെയ്യുന്നത്. if അവൾക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ, if she അവൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ, had time, if she had time, അവൾ വരുമായിരുന്നു. വരുമായിരുന്നു ഇവിടെയാണ് നമ്മൾ വുഡ് ചേർക്കുന്നത്. ആയിരുന്നു. if she had time, she would വരുമായിരുന്നു. come. സോ ഇതൊരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. അവൾക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ അവൾ വരുമായിരുന്നു. if she had time, she would come. സമയമുണ്ടായിരുന്നെങ്കിൽ അവൾ വരുമായിരുന്നു. ഇന്ന് നമ്മൾ പഠിച്ചത് വുഡിന്റെ യൂസേജസ് ആണ്. എന്തൊക്കെ സന്ദർഭങ്ങളിൽ വുഡ് യൂസ് ചെയ്യാൻ പറ്റും? ഒന്ന്, നമ്മൾ ഒരു റിക്വസ്റ്റ് ആയിട്ട് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വുഡ് യൂസ് ചെയ്യാം. വേണോ. പിന്നെ നമുക്ക് യൂസ് ചെയ്യാം ആഗ്രഹമുണ്ട്. നമുക്കൊരു കാര്യത്തിന് ആഗ്രഹമുണ്ട്. വുഡ് ലൈക്ക് ടു, ആഗ്രഹമുണ്ട്. വുഡ് ലൈക്ക് ടു, ഐ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്. ഇനി ഒരു ഇമാജിനറി സിറ്റുവേഷൻ, ഇത് ശരിക്കും നടന്നിട്ടില്ല. എന്താ ഇവിടെ പറയുന്നത്? അവൾക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ അവൾ വരുമായിരുന്നു. if she had time, she would come. സമയമുണ്ടായിരുന്നെങ്കിൽ അവൾ വരുമായിരുന്നു. she would come. ഇങ്ങനെയാണ് വുഡിന്റെ യൂസേജസ് വരുന്നത്. നമ്മൾ ക്ലാസ് 1ലും ക്ലാസ് 2ലും ഇതുപോലെ പല യൂസേജസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ വുഡ്, കുഡ് ഇത് എവിടെയാണ് ചേർക്കേണ്ടതെന്ന് ഒരു ഡൗട്ട് വരാറുണ്ടോ? ഇത് നമ്മുടെ സെന്റൻസിൽ യൂസ് ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന പോലെ തോന്നും അല്ലേ? കൂടുതലായിട്ട് ഇങ്ങനെ യൂസേജസ് കാണാൻ വേണ്ടിയിട്ടും അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു യൂസേജ് ആയിട്ട് കാണാം. താങ്ക് യു. English Mitra. Stop worrying, start learning.